സൈഫ, ഇനിയിപ്പോൾ അറിയേണ്ടത് ആര് പരാതി കൊടുത്തു എന്നുള്ളത്, ആ പരാതിയുടെ ഉള്ളടക്കം, ഇതൊക്കെ സംബന്ധിച്ച് ഒരു അവ്യക്തത തുടരുകയാണ്. ഇനി എന്ന് ഈ കേസ് പരിഗണിക്കുമെന്നെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ടോ കമ്മീഷൻ? ഇതുവരെ കമ്മീഷൻ ഈ സെക്കൻഡ് വരെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഞാനും ജിൽസിയും ഷിജോയായിട്ട് സംസാരിച്ച ഈ സെക്കൻഡ് വരെ അത് എന്ന് ഇത് വീണ്ടും പരിഗണിക്കും, ആരാണ് പരാതിക്കാരൻ, എന്താണ് പരാതി, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ന്യൂനപക്ഷ കമ്മീഷൻ നൽകിയിട്ടില്ല. പക്ഷേ അത് പുറത്തു വിടാതിരിക്കണമെങ്കിൽ പരാതിയുടെ സ്വഭാവത്തിൽ അത് വരണം എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ 11 പേജുകൾ പുറത്തു വിടരുത് എന്നുള്ള പരാതി തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. പുറത്തു വിടണമെന്നുള്ള പരാതിയാണെന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷ കമ്മീഷന് അതുകൂടി പരിഗണിച്ചുകൊണ്ട്, അവരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് അത് പുറത്ത് വിടാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരാതിയല്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. കാരണം അത് പുറത്തു വിടരുത് എന്നുള്ള പരാതിയായിരിക്കാം കിട്ടുന്നത്. പുറത്തു വിടണമെന്ന അപേക്ഷ അപ്പീൽ സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോൾ പുറത്ത് വിടരുത് എന്നൊരു പരാതി കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് അത് തടഞ്ഞു വെക്കേണ്ടതുള്ളത്. അങ്ങനെ ഒരു പരാതിയായി തന്നെ നമുക്ക് അതിനെ അനുമാനിക്കാം. ആ പരാതിക്കാരൻ ആര്, ആ പരാതിക്കാരന്റെ ഉദ്ദേശം എന്ത്, ആ പരാതിക്കാരൻ ആരെയാണ് ഭയപ്പെടുന്നത്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ജിൽസി നമുക്ക് ഇനി കിട്ടേണ്ടത്. തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അധികം താമസിയാതെ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആ പരാതിക്കാരൻ ആര് എന്നതിനപ്പുറം ആ പരാതിക്കാരന്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. കാരണം ഈ പരാതി, ഈ 11 ഖണ്ഡികകളുടെ തീരുമാനം ഇതാ ഇപ്പോൾ ഒരു തീരുമാനം വരും, പുറത്ത് വിടണമോ വേണ്ടേ എന്നൊരു തീരുമാനം എടുക്കുമെന്നുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു പരാതി കൊടുത്തത് സ്വാഭാവികമായും ഈ ഒരു പ്രോസസ്സിനെ വൈകിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഇതിനെ മറച്ചുവെക്കാൻ കഴിയില്ല എന്നാണ്. കാരണം വലിയ നിയമ പോരാട്ടങ്ങളിലൂടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇത്രയും ഭാഗങ്ങൾ പുറത്തു വന്നത്. ആ കോടതിയും ആ നിയമ പോരാട്ടം നടത്തിയ ആളുകളും പുറത്തു തന്നെയുണ്ട്. സ്വാഭാവികമായും അതിനുള്ള പോരാട്ടം തുടരുമെന്ന് നേരത്തെ മാധ്യമം പത്രത്തിലെ ലേഖകൻ അനുരു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിന്റെ പിന്നാലെ തന്നെ ആളുകളുണ്ട്. അതുകൊണ്ട് എത്ര കാലം ഇത് മറച്ചു വെക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്. നിസ്സംശയം പറയാം, നമുക്ക് ഈ വിവരങ്ങൾ പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ അനുമാനിക്കാം. പക്ഷേ അതിനു മുൻപ് ആര് ഈ പ്രോസസ്സിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. അതിനുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് കൂടെ പ്രതീക്ഷിക്കുകയാണ്. സേഫ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കുമെന്നാണ് പരാതിക്കാരൻ വ്യക്തമാക്കിയത്. ജിൽസി, അതിനകത്ത് നിയമ നടപടികൾ എന്തായാലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുരു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് പുറത്തു വരുന്നതുവരെ നിയമ പോരാട്ടം തുടരും എന്നുള്ളത്. ജിൽസി സൂചിപ്പിച്ച ഒരു വാചകമുണ്ട്, അത് എല്ലാ കാലത്തും മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത്. ഏതോ ഒരു സിനിമയിൽ, എനിക്ക് ആ സിനിമയും ഓർമ്മയില്ല, മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ സൂര്യന്റെ വെളിച്ചം എന്തോ കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. ആ ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് സത്യത്തിൽ ഓർമ്മ വരുന്നില്ല. അങ്ങനെ അത് മറച്ചു വെക്കാൻ കഴിയുന്നതല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് വലിയ നിയമ പോരാട്ടം നടത്തിയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന, മലയാള സിനിമയിലെ ആണധികാരത്തിന്റെ കേന്ദ്രങ്ങളായിട്ടുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾ ഉൾപ്പെടുന്നതാണ് ആ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ, ജിൽസി പറഞ്ഞ പോലെ തന്നെ അത് അധിക കാലം മൂടി വെക്കാൻ കഴിയില്ല. ഏതോ സിനിമയിൽ ആരോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൂര്യന്റെ ഈ വെളിച്ചം അതൊരു എന്തെങ്കിലും ചെറിയ സാധനം കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനെ മറച്ചു വെക്കാൻ കഴിയുന്നതല്ല ജിൽസി. തീർച്ചയായിട്ടും ആ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത് സൈഫ. ആ സൂര്യവെളിച്ചത്തെ ചെറിയൊരു മറ കൊണ്ട് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല എല്ലാ കാലത്തും. അത് ആ പ്രകാശം അതിവേഗത്തിൽ സഞ്ചരിച്ചെത്തുമെന്ന് പറയുന്നത് പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇടപെടൽ അത് താൽക്കാലികമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് വ്യക്തമാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാണ് ഈ അവസാന നിമിഷം കൊണ്ട് പരാതി കൊടുത്തത്, ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ്, ഈ 11 ഖണ്ഡികകൾ പുറത്തുവിടുന്നതിനെതിരെയാണോ ഈ പരാതി, തുടങ്ങിയ കാര്യങ്ങളുള്ള വിശദാംശങ്ങൾ കൂടി ലഭ്യമായാൽ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കും. എന്തായാലും പരാതിയിൽ നിന്ന് പിൻവാങ്ങാതെ പരാതിക്കാരൻ ഇതിന് പിന്നാലെ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ. എന്തായാലും കൃത്യമായ വിവരങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ ലഭിക്കേണ്ടതുണ്ട്. 11 ഖണ്ഡികകൾ 5 പേജിൽ എന്താണ് മറച്ചു വെച്ചിരിക്കുന്നത്, ആരാണ് ഇതിനെ ഭയപ്പെടുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ നിർണായകമാണ്.